നമസ്തേ. നമ്മളിന്ന് 1200-ാം ആണ്ട് വർഷഫലം, അതായത് 2024 ചിങ്ങം 1 മുതൽ, അതായത് 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ. അതാണ് 1200-ാം ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ളവരുടെ നക്ഷത്രഫലം. ഒരു വർഷത്തെ നക്ഷത്രഫലം ആദ്യം അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ്. അതിൽ ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് അടുത്ത ഒരു വർഷം ധനപരമായിട്ട് നേട്ടങ്ങളും തൊഴിൽ അഭിവൃദ്ധിയും ഉന്നതരൊക്കെ ആയിട്ട് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന വർഷമാണ്. അവിചാരിത സുഖ സംഗമങ്ങളുണ്ടാകും. ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളാവും. വസ്ത്രമാഭരണം എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അതിന് യോഗമുള്ള സമയമാണ്. ഭവനം, ഭൂമി എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. സഹോദര ഗുണം ഒക്കെ ഉള്ള സമയമാണ്. വർഷമധ്യം വരെയാണ് ഈ വക കാര്യങ്ങളൊക്കെ. ഏപ്രിൽ മാസം മുതൽ, അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന പല യാത്രകളും മാറ്റിവെക്കും. കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ആലോചിക്കാതെയുള്ള പ്രവൃത്തികൾ നിമിത്തം ധനനഷ്ടം, സ്ഥാനഭ്രംശം ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അയൽപക്കത്തുള്ളവരൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ വാക്കുകൾ വലിയ വാക്ക് തർക്കങ്ങളിലേക്കൊക്കെ ഇടവരുത്തുന്ന സമയമാണ് വർഷമധ്യത്തിന് ശേഷം. അതൊക്കെ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ഉറ്റവരിൽ നിന്ന് തന്നെ വിശ്വാസ വഞ്ചനകൾ നേരിടാം. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില പദ്ധതികൾ തുടങ്ങി ധനനഷ്ടം വരുത്താം. ഉദരസംബന്ധമായ വേദനകൾ, ഇടയ്ക്കിടെയുള്ള പനി, ഇതൊക്കെ വർഷമധ്യത്തിന് ശേഷം അലട്ടിക്കൊണ്ടിരിക്കും. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കുക. മത്സരബുദ്ധി ഉണ്ടാവും. അത് മാനക്ഷയം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മത്സരബുദ്ധി എല്ലാ കാര്യങ്ങളിലും ഒഴിവാക്കുക. മേലാധികാരികളോട് വാക്ക് തർക്കങ്ങൾ, തൊഴിൽ രംഗത്ത് ഇതൊക്കെ ഉണ്ടാകും. ഈ മേലാധികാരികളുള്ള വാക്ക് തർക്കങ്ങൾ മൂലം തൊഴിൽ സ്ഥാനഭ്രംശമോ ദൂരദേശ ഗമനമോ ഒക്കെ സംഭവിക്കാവുന്നതാണ്. കേസുകളൊക്കെ വരാവുന്നതാണ്. പിന്നെ വ്യവസായശാലകളിൽ തൊഴിലെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ് വർഷമധ്യത്തിന് ശേഷം. ഇനി അടുത്തത് ഇടവക്കൂറുകാരുടെ കാര്യമാണ്. ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്താൻ സാധിക്കുന്ന സമയമാണ്. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യനില അത്ര അനുകൂലമാകില്ല. കൂട്ടു സംരംഭങ്ങളിൽ വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എങ്കിലും ഉന്നതരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ചകൾ ഉണ്ടാകും. വസ്ത്രാഭരണങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ധനം മുടക്കും. പ്രയോജനകരങ്ങളായ പല യാത്രകളും ഉണ്ടാവും. വീടുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാം. കുറ്റവരൊക്കെ ആയിട്ട് വിരഹ ദുഃഖം അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. പൂർവിക സ്വത്തിനെ ചൊല്ലിയുള്ള വാക്ക് തർക്കങ്ങൾ, വീട്ടിലെ ഭാഗം വയ്ക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. കടം കൊടുത്ത് തിരികെ കിട്ടാതെ അവനവൻ്റെ കാര്യത്തിന് കടം മേടിക്കേണ്ടി വരുന്ന അവസ്ഥകളും ഉണ്ടാകും. വർഷമധ്യത്തിന് ശേഷം കൃഷിക്കാർക്കൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഗുണവും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ഇവർക്ക് കർമ്മസംബന്ധിയായ ചില വൈഷമ്യങ്ങൾ ഇടവക്കൂറുകാർക്ക് വർഷമധ്യത്തിന് ശേഷവും നേരിടേണ്ടി വരും. മാതാവിന് അത്ര അനുകൂലമാകില്ല. വാഹന അപകടങ്ങൾ, ശരീരക്ലേശങ്ങളൊക്കെ കരുതിയിരിക്കണം. അന്യദേശവാസവും ഒക്കെ വേണ്ടി വരും. അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് ഉറ്റവരൊക്കെ ആയിട്ട് കലഹങ്ങൾ, ശത്രുപീഡകൾ, സ്ത്രീകളാൽ ഉപദ്രവങ്ങൾ, അധികാരികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ, ഇവരും മത്സരബുദ്ധിയും അഹങ്കാരവും ഒക്കെ കുറച്ച് കൂടുന്ന സമയമാണ്. ഇതൊക്കെ കുറച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പിന്നെ ഇവർക്ക് വർഷമധ്യത്തിന് ശേഷം ചെറിയ രീതിയിലുള്ള അനുകൂലങ്ങളൊക്കെ വരും. വസ്ത്രാഭരണാദി ലാഭം, സന്താന സൗഖ്യം, ഭാര്യപുത്രാദികളോട് കൂടിച്ചേരൽ, പിന്നെ തൊഴിൽ രംഗത്ത് ചെറിയ രീതിയിലുള്ള ദുരിതങ്ങൾ, പിന്നെ പിതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന അവസ്ഥ, സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് കലഹം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വർഷമധ്യത്തിന് ശേഷം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകൂറുകാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലം. കർക്കിടകൂറ് എന്ന് പറയുമ്പോൾ പ്രവൃത്തത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയമായില്യം നക്ഷത്രമാണ് കർക്കിടകൂറ്. അവർക്ക് ദുർജനങ്ങളോട് സഹവാസവും അവരിൽ നിന്ന് തന്നെ ഭയപ്പെടേണ്ട അവസ്ഥകളും ഉണ്ടാകും. ധനം, വസ്ത്രം, ആഭരണ കലാപമൊക്കെ ഉണ്ടാകും. ഇവർ ശ്രദ്ധിക്കേണ്ടത് ആകസ്മികമായ വഴക്കുകൾ ഇവർക്കുണ്ടാകും.
വാക്കുകളിൽ കഠോരത, കുട്ടികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ധാരാളം യാത്രകൾ ചെയ്യാൻ അവസരം, പുതിയ പദ്ധതികൾ കിട്ടാം, പുതിയ പദവികൾ കിട്ടാം, പുതിയ സൽക്കാരങ്ങൾ ലഭിക്കാം, മുടങ്ങിപ്പോയ പദ്ധതികളൊക്കെ പുനരാരംഭിക്കാം. ഇവർ ചെയ്യേണ്ടത് പരനിന്ദ, അതായത് പരദൂഷണം. ഒരാളുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ അവരത് നാലിരട്ടിയാക്കിയിട്ട് വേറൊരാളോട് ചെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. അതുകൊണ്ട് പരനിന്ദ ചെയ്യാതെ ശ്രദ്ധിക്കുക. വർഷമധ്യത്തിന് ശേഷം കർക്കിടകക്കൂറുകാർക്ക് വിദേശ ക്ലേശങ്ങളും സ്ഥാനഭ്രംശവും. വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. വർഷമധ്യത്തിന് ശേഷം വാഹന നേട്ടം ഉണ്ടാവും, പിതൃദുരിതം അനുഭവിക്കേണ്ടി വരും, പുത്രശോകമൊക്കെ അനുഭവിക്കേണ്ടി വരും, ചില ആരോഗ്യകരമായ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്. വ്യക്തിയെ ആസ്പദമാക്കിയുള്ള ഫലം ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ വച്ചിട്ട് ലഗ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതും മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.